വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് മദ്രസയിൽ ഇനി പോകുന്നില്ല, മദ്രസ നിർത്തുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുട്ടി മദ്രസ നിർത്താനുള്ള പ്രേരണ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടി ബുദ്ധിപരമായിട്ട് കൂടുതൽ അത്യാവശ്യം നിലവാരമുള്ള ഒരു കുട്ടിയാണ്. മദ്രസയെ ഒരിക്കൽ പോയ സമയത്ത് ഒരു ഹോംവർക്ക് അധ്യാപിക പറഞ്ഞത് കുട്ടി ചെയ്തില്ല. ആ സമയത്ത് ഈ കുട്ടിയെ റുക്കുവിൽ കുറേ നേരം നിർത്തി. വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ് ഈ അധ്യാപിക ഈ കുട്ടിയോട് ചെയ്തത്. പലപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ മദ്രസയിൽ വെച്ച് കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മതപഠനം എന്നുള്ളത് മനസ്സ് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു കർമ്മമാണ്. ഇത്തരം മത വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ട അടിസ്ഥാനപരമായ ഒരു യോഗ്യത കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കുട്ടി നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടല്ല മദ്രസയിലേക്ക് വരേണ്ടത്. ഇഷ്ടത്തിന് താല്പര്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വേണം. അങ്ങനെ വരണമെങ്കിൽ എന്താ വേണ്ടത്? കുട്ടിയുടെ ഉള്ളിൽ മദ്രസയോടും മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടും ആ വിഷയങ്ങളോടും ആ സിറ്റുവേഷൻസിനോടും പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. താല്പര്യം ഉണ്ടാവണമെങ്കിൽ വളരെ ബോധപൂർവം ഈ അധ്യാപികമാര് അല്ലെങ്കിൽ അധ്യാപകര് ഏറ്റവും നല്ല രൂപത്തിൽ മക്കളോട് പെരുമാറേണ്ടതുണ്ട്, അവരെ പരിഗണിക്കേണ്ടതുണ്ട്, അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ മദ്രസ എന്നുള്ള സംവിധാനം കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ.